and welcome to my Onam vlog. I think this is the first time I'm taking a vlog. I don't know ഇതെങ്ങനെയാകും but so അപ്പോൾ എങ്ങനെയാ പോയാലോ ബാ. അപ്പോൾ ഓണമൊക്കെ വരാൻ പോവാണ്. നമ്മളെന്തായാലും ഓണത്തിന് ഒന്നിൽ എല്ലാവരും പുതിയ ഡ്രസ്സ് എടുക്കും. ചില ആൾക്കാർ ഡയറക്റ്റ് പോയി വാങ്ങിക്കാറുണ്ട്, ചില ആൾക്കാർ ഡിസൈൻ ചെയ്യിപ്പിക്കാറുണ്ട്, അങ്ങനെ. അപ്പോൾ ഞാൻ പൊതുവെ എനിക്കിഷ്ടപ്പെട്ട ഒരു മോഡലിൽ ചെയ്യിപ്പിക്കാനാണ് പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഓണത്തിൻ്റെ ഇടാനുള്ള ഏത് മെറ്റീരിയൽ വേണം, എന്താണ് ഇടേണ്ടത്, കളർ വേണം എന്നൊക്കെ ഒന്ന് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. കാരണം ഇന്നിപ്പം 9 സെപ്റ്റംബർ 9 ഡേറ്റ്. ഇനി സെപ്റ്റംബർ 15 ഓണം വരിക. അപ്പോൾ പിന്നെ അത് മാത്രം ടൈമില്ല. പ്രത്യേകിച്ച് ബൊട്ടിക്കിലൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരില്ല. അപ്പോൾ എന്താണ് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ സോ ഞാൻ ഇപ്പോഴും വണ്ടിയിലാണ്, ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. നല്ല ട്രാഫിക് ഉണ്ട്. ഞാൻ ഓൺ ദ വേ ആണ്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപാട് ഓണത്തിൻ്റെതായിട്ടുള്ള മെമ്മറീസ് കാണില്ലേ, അതായത് സ്കൂളിൽ, കോളേജിൽ, ഫാമിലീൻ്റെ കൂടെ നമുക്ക് മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മെമ്മറീസ് ഏത് കാലഘട്ടത്തിലായിരുന്നു? സ്കൂളിലാണോ? എന്താണെന്ന് കമൻറ്റ് ചെയ്യാമോ? ഓക്കെ. ആക്ച്വലി എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന സ്ഥലത്തേക്കൊരു 15-16 മിനിറ്റ്സേ ഉള്ളൂ. ബട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടാലും എനിക്ക് തോന്നുന്നു ഞാനൊരു 5:50, 8:56 എന്തോ ആയപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ഇപ്പം 6:36 എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ട്രാഫിക്കിൽ തന്നെയാണ്. ബട്ട് നമ്മൾ പോകേണ്ട പ്ലേസ് എത്തിയിട്ട് നമ്മൾ ട്രാഫിക്കിൽ കിടക്കുകയാണ്. എന്താല്ലേ, നല്ല ട്രാഫിക് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്. ആ റെഡിൽ കാണുന്നതാണ് നമ്മൾക്ക് പോകാനുള്ള സ്ഥലം. അതായത് അത് മദീന മാളാണ്. അതിൻ്റെ ഉള്ളിലാണ്, മുകളിലുള്ളിലാണ് നമ്മുടെ ഷോപ്പ് വരിക. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ട്രാഫിക് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ.
സോ ഫൈനലി വി റീച്ച്ഡ്. സോ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ. എൻ്റെ മനസ്സിൽ കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കിട്ടുമോ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ബക്കമ. അത്യാവശ്യം നല്ല റഷായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് ബുക്കിംഗ് ഒക്കെ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു, ഇന്ന പാറ്റേൺ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊന്നും അവിടെ എല്ലാം സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. കാരണം ഞാൻ ഉദ്ദേശിച്ച ഒരു കളറോ മെറ്റീരിയലൊന്നും എനിക്കവിടെ കിട്ടിയില്ല, എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ തന്നെ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി എന്ന് മനസ്സിലായപ്പോൾ അധികം ഞാൻ അവിടെ കറങ്ങി നിൽക്കാൻ നിന്നില്ല. ഞാൻ അങ്ങനെ പതുക്കെ തിരിച്ചിറങ്ങി. ഹലോ, അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സ് സെലക്ഷൻ. അപ്പം ഓണത്തിൻ്റെ വ്ളോഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ അവിടെ പോയിരുന്നു, നിങ്ങൾ കണ്ടാണ്. ഞാൻ ഷോപ്പിൽ ചെന്നു, നമ്മൾ മെറ്റീരിയൽസ് നോക്കി. അവിടെ എന്തോ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചിരുന്ന അവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് എല്ലാം അവിടെ സോൾഡ് ഔട്ട് ആയി. അപ്പം ഞാൻ കുറേ മെറ്റീരിയൽസ് ട്രൈ ചെയ്തു, ബട്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അതിൽ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പുറത്തുനിന്ന് നമ്മൾ മെറ്റീരിയൽസ് എടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം എന്നിങ്ങനെ വിചാരിച്ചു. ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അവർ തന്നെ നമ്മളോട് സജഷൻ പറഞ്ഞു, കല്യാണിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഈ മെറ്റീരിയൽസ് കാണും. ബ്ലൗസ് മെറ്റീരിയൽ സാരി ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്കേർട്ട് ആണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് അവിടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കല്യാണിലും ലുലുവിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ദുബായ് കിസീസിലെ കല്യാൺ സിൽസിലാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. സെറ്റ് സാരീസിൽ എനിക്ക് മെയിനായിട്ട് ഞാൻ നോക്കിയിരുന്ന പാറ്റേൺ സ്ട്രൈപ്സ് വരുന്ന സെറ്റ് സാരീസ് ആയിരുന്നു. അതിൽ തന്നെ 2-3 മോഡൽസ് അവരെന്നെ കാണിച്ചു തന്നിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ എനിക്ക് 1-2 എണ്ണം എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ശരിക്കും ധാവണിയായിരുന്നു കേട്ടോ ഞാൻ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. ആദ്യം മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മളൊരു സ്റ്റൈലിൽ നമ്മൾക്ക് വേണ്ട പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ അവിടുത്തെ ധാവണി കളക്ഷൻസ് ഒക്കെ നോക്കിയായിരുന്നു. ബട്ട് ഞാൻ ഉദ്ദേശിച്ചൊരു പാറ്റേണിൽ ഞാൻ അവിടെ കണ്ടില്ല. സോ ഞാൻ ആ പ്ലാൻ അവിടെ പതുക്കെ ഡ്രോപ്പ് ചെയ്തു. സോ ഞാൻ ഉദ്ദേശിച്ച പാറ്റേൺ ഡിസൈൻ ചെയ്യാൻ സാരി തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പതുക്കെ ഈ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്ത് എൻ്റെ സാരി സെലക്ട് ചെയ്ത് വെച്ചിരുന്നിടത്തേക്ക് ഞാൻ പോയി. പിന്നെ എനിക്ക് സെലക്ട് ചെയ്ത് വെച്ചിരുന്ന 2-3 സാരീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിലൊന്ന് സെലക്ട് ചെയ്തു. അങ്ങനെ കല്യാണിലെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ കല്യാണം ഇറങ്ങുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ ഇവിടെ നിന്ന് കിട്ടിയില്ല. മീൻസ് പ്രോപ്പർ കളർ എനിക്ക് കിട്ടിയില്ല. സോ ഇനി അതിനായിട്ട് ഞാൻ ലുലു പോകാമെന്ന് വിചാരിച്ചു. ഐ തിങ്ക് അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കേ, ഇങ്ങനെ വരണല്ലേ. അങ്ങനെ നമ്മൾ ദുബായിലുള്ള സ്റ്റേഡിയം ലുലുവിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ ഇവിടെ സാരിയൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ബ്ലൗസ് പീസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കാണുന്നത്. സോ പർച്ചേസ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അറ്റ് ലാസ്റ്റ് എൻ്റെ ഡ്രസ്സിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പർച്ചേസ് ചെയ്തെല്ലാം കഴിഞ്ഞു. ഇനി എനിക്കിത് ഞാൻ ഇന്നലെ പോയ എൻ്റെ ബൊട്ടിക്കിൽ കൊണ്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ ഡ്രസ് മെറ്റീരിയൽസ്.
സോ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ടെല്ലാം കൊണ്ട് കൊടുത്തു, എൻ്റെ മെഷർമെൻ്റ് എല്ലാം എടുത്തു. അങ്ങനെ ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എല്ലാം റെഡിയായി. ഞാനത് വെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഇതെങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കേ, ബൈ. ഈ ഡ്രസ്സ് സെറ്റിങ്ങും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ നമ്മുടെ മദീന മോളിൽ തന്നെ 3rd ഫ്ലോറിൽ 2nd ഫ്ലോറിൽ നമ്മുടെ കോഴിക്കോട് സ്റ്റാറുണ്ട്, അവിടെ നിന്ന് ഞാനൊരു കോഫിയും ഒരു മറ്റേ ഉള്ളി ബജിയും പിന്നെ ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോറി മറന്നു, ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആദ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് കഴിച്ചതിന് ശേഷമാണ് ഓർത്തത്. അങ്ങനെ എൻ്റെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് തയ്ച്ച് സുന്ദരിക്കുട്ടിയായിട്ട് ഞാൻ നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ അന്ന് കാണാം. ഓക്കെ, ബൈ. ഒരൽപ്പം ഇമോഷണലി വളർന്നതാണെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു വീഡിയോ കാണിച്ച് കരയിപ്പിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്നേഹം കാണിച്ച് എന്നെ വീണ്ടും കരയിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ കരയില്ല, കരഞ്ഞാൽ തന്നെ നിങ്ങളത് കാണില്ല. എനിക്ക് കണ്ണടയുണ്ട്. എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് നല്ല മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന നല്ല 2 തെറി പറയാനും അറിയാം. So that was my Onam vlog, and I hope you all guys had a good day. So that's that. Yet another happy Onam. This was Onam 2024, and thanks for watching my video. So bye bye.